ഇന്ന് നടന്ന LDC പരീക്ഷയുടെ ചോദ്യപേപ്പർ നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണ്. അതിലെ കണക്കിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിലെ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരവും അത് എങ്ങനെ കിട്ടി എന്നുള്ളതുമാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, കണക്കിലെ ഒന്നാമത്തെ ചോദ്യം 71. ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നുള്ളത്. നമുക്കറിയാം, പുറംകോണുകളുടെ തുക എങ്ങനെ വന്നാലും എത്ര വരുള്ളൂ? 360 വരുള്ളൂ. പുറംകോണുകളുടെ തുക 360. പുറംകോണുകളുടെ തുക 360 ഡിഗ്രി ആണെങ്കിൽ അകക്കോണുകളുടെ തുക എത്ര വരാൻ പാടുള്ളൂ? 180 ഡിഗ്രി. കാരണം ഇതിന്റെ ഇരട്ടിയാണ് എന്ന് പറയുന്നത്. 180 ഡിഗ്രി. 180 ഡിഗ്രി അകക്കോണ് വരണമെങ്കിൽ, അകത്തുള്ള കോണുകൾ മൊത്തം 180 ഡിഗ്രി വരണമെങ്കിൽ അത് എന്തായിരിക്കണം? അതൊരു ത്രികോണമായിരിക്കണം. ആ ത്രികോണത്തിന് എത്ര വശങ്ങൾ ഉണ്ടാവും? തീർച്ചയായും 3 വശങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉത്തരം 3 എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതായത് പുറംകോണുകളുടെ തുക എങ്ങനെയാലും 360 വരുള്ളൂ. അതിന്റെ പകുതിയാണ് അകക്കോണുകളുടെ തുക. എന്നാൽ അകക്കോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് പുറംകോണുകളുടെ തുക എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അകക്കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി വരുന്ന ബഹുഭുജം എന്ന് പറയുന്നത് ത്രികോണമാണ്. അപ്പൊ ത്രികോണത്തിന് 3 വശങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് 71. 72. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? 12 വശങ്ങൾ ഉള്ള ഒരു ബഹുഭുജം, 12 വശങ്ങൾ ഉണ്ട് എന്നാണ് 12 കോണുകളുണ്ട്. 12 വശങ്ങളുടെ 12 കോണുകളുണ്ട്. ആ 12 കോണുകൾ എന്താണ് പറയുന്നത്? അകക്കോണുകളുടെ തുക കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 12 വശങ്ങളുണ്ട്, അതിൽ 12 കോണുകളുണ്ട്. അതില് നമുക്ക് എന്താ പറയുന്നത്, ഒരു സമഭുജാവാണെങ്കിൽ എന്ത് കണക്കൂട്ടാൻ നമുക്ക്? ഒരു സമ ബഹുഭുജാണെന്ന് കരുതുക തൽക്കാലം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമെന്നേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കണക്കൂട്ടാൻ പറ്റും? നമ്മളെ 12 വശങ്ങളിൽ 12 കോണുകൾ ഉണ്ടാവും. അപ്പൊ 360 ഡിഗ്രി മൊത്തം പുറം കോണുകളുടെ തുക വരാനും പാടും, സമവശം അല്ലെങ്കിലും ആണെങ്കിൽ, എങ്ങനെയാണെങ്കിലും. അപ്പൊ 360 ഡിഗ്രിയാണ് എന്താണ് പുറം കോണുകളുടെ തുക. അപ്പോ ഏകദേശം എത്ര വരാൻ പാടുള്ളൂ? ഒരു 30 വരാൻ പാടുള്ളൂ. 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30, ആവറേജ് 30 വരാൻ പാടുള്ളൂ. 30 ഡിഗ്രി ആവറേജ് 30 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ പുറംകോണുകൾ ആവറേജ് 30 ഡിഗ്രി ആണെങ്കിൽ അകക്കോൺ ആവറേജ് എത്ര വരുള്ളൂ? 180 ഡിഗ്രിയാണ്. കാരണം എന്താ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം എന്ന് പറഞ്ഞാൽ ഇവ രേഖീയ ജോഡിയാണ്. അപ്പൊ 180 ഡിഗ്രിയാണ് ആവറേജ് ആയിട്ട് വരുന്നത്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? അങ്ങനെ 12 കോണുകൾ ഉണ്ടാവും. 12 വശങ്ങളുടെ 12 കോണുകൾ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 180 ഡിഗ്രിയെ 12 കൊണ്ട് ഗുണിച്ചാൽ 1800 ഡിഗ്രി എന്ന് കിട്ടും. അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്തത് 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? എത്രാമത്തെ പദത്തിന്റെ ആയിട്ടും കാര്യമില്ല. എന്തായിട്ട് 2500 വർഗമാണെങ്കിൽ സംഖ്യ ഏതാ? 50. അപ്പൊ 50 ആണ് അതിന്റെ എന്ത് വരുന്നത്? 50 എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് എന്നാണ്. നമുക്കറിയാം, നമ്മൾ വളരെ ഈസി ആയിട്ട് കൊടുത്താൽ മതി. n = a + n - 1 × d എന്ന് കൊടുത്താൽ മതി. നേരിട്ട് കൊടുത്താൽ മതി. n എന്നത് 50 ആണ്. a എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, പ്ലസ് n - 1 ആണ് നമുക്കറിയാത്തത്. n - 1 × d എത്രയാ? d എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ n - 1 അവിടെ കിടക്കട്ടെ, d എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇതിലിപ്പോ 50 2 കുറച്ചാൽ 48. ആ 48 ആണ് എന്ത്? n - 1 × 3 എന്ന് പറയുന്നത്. അപ്പൊ ഇത് 48 n - 1 × 3 എന്ന് പറയുന്നത് 48 ആണെങ്കിൽ n - 1 എത്രയാവണം? 16 ആയിരിക്കണം. 48നെ 3 കൊണ്ട് ഹരിച്ചാൽ 16 ആണ്. n - 1 16 ആണെങ്കിൽ n എത്രയാ? n 17. നേരിട്ട് കൊടുക്കേണ്ട വേറെ ഒരു പ്രശ്നവും അതിലില്ല.
അതായത് 50 = 2 + n - 1 × 3 എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ n - 1 × 3 എന്ന് പറയുന്നത് 50 - 2 ആണ്, എന്ന് പറഞ്ഞാൽ 48ആണ്. അപ്പോൾ n - 1 × 3 എന്ന് പറയുന്നത് 48 ആണെങ്കിൽ n - 1 എത്രയായിരിക്കണം? 16 ആയിരിക്കണം, 16 ആയിരിക്കണം. അപ്പോൾ n - 1 16 ആണെങ്കിൽ n 17 ആയിരിക്കും. അതാണ് അതിൽ പറയുന്നത്. അടുത്തത് 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന തുക എത്ര? നമ്മൾ നേരിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണ്? A = P × 1 + R/100(n). ഇത് നേരിട്ടാണ് കൊടുത്തത്. എന്ത് വരും? ഇവിടെ 25,000 വരും ഇൻറ്റു 1 + R/100 എന്നുള്ള 8% ആയതുകൊണ്ട് 108/100(n) എന്നുള്ളത് എന്ത് വരും? 2 ആണ്. അപ്പോൾ ഒന്നുകൂടി 108/100 എന്ന് വരും. 0 0 വെട്ടി, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടിയാൽ പിന്നെ 25. 108 × 108 പിന്നെ 25 കൊണ്ട് ഗുണിക്കുക, 10 കൊണ്ട് ഹരിക്കാം. അപ്പൊ 29,160 എന്ന് കിട്ടും. ആ 29,160 എന്ന് 25,000 കുറയ്ക്കണം. കാരണം പലിശ ചോദിച്ചുള്ളൂ. മുതലടക്കം പലിശ അടക്കം മുതലല്ല, വെറും പലിശ ചോദിച്ചുകൊണ്ട് 25,000 കുറയ്ക്കണം. ബാക്കി എത്ര കിട്ടും? 4,160 എന്ന് കിട്ടും. 4,160 എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് സിമ്പിളായിട്ട്. അടുത്തത് എന്താ? 75. 2 സ്ക്വയർ - 1/2 ഇത് നമുക്കറിയാം. A² - B². A² - B² എന്നുള്ളതാണ് A + B × A - B. ഇവിടെ നിങ്ങൾക്ക് അന്ന് പഠിച്ചു വെച്ചാൽ A² - B² = A + B × A - B. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ വരും? A ഇതാണ്, ഇത് B ആണ്. അപ്പൊ എന്ത് വരും? A + B എന്നുള്ളത് എന്ത് വരും? 2 2.5 + 1.5. A - B എന്ത് വരും? 2.5 - 1.5. 2.5 + 1.5 4. 2 ൽ നിന്ന് 1.5 കുറച്ചാൽ 1. 4 × 1 = 4 എന്ന ആൻസർ. നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നത്. ഇനി 75 കഴിഞ്ഞ് 76 അല്ലേ? 76 എന്താ? 1 × 2 2 × 3 3 × 4 അങ്ങനെ കണക്കൂട്ടിയാൽ നമ്മൾ ആ സംഖ്യകളാണ് എഴുതി കൂട്ടുക ഏറ്റവും നല്ലത്. 1 × 2 2, 2 × 3 6, 3 × 4 ആകുമ്പോൾ 12 വരും. പിന്നെ 2 × 3 3 × 4 4 × 5 20, പിന്നെ 5 × 6 30. അങ്ങനെ കൂട്ടി എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 440 എന്നുള്ള ഉത്തരത്തിൽ എത്തും. അതിന് വെറുതെ ഇക്വേഷൻ ഒന്നും എഴുതി ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഒരു ചതുർഭുജത്തിന്റെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? ഒരു ചതുർഭുജം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചതുർഭുജായാൽ കോണളവ് മൊത്തം എത്ര വരാൻ പാടുള്ളൂ? 360 വരാൻ പാടുള്ളൂ. 360. അതെങ്ങനെ വന്നു? 1:2:3:4. അപ്പൊ നമുക്കറിയാം മൊത്തം എത്രയാണ്? 360 ആണ്. ആ 360 1 2 3 3 3 6 6 4 10. അതിൽ വലുതായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 4 ആയിരിക്കും എന്ന് ഉറപ്പാണ്. അപ്പൊ 10ൽ 4 ആയിരിക്കും ഇതിന്റെ. 4/10. 10ൽ 4. അപ്പൊ 0 0 വെട്ടി 36 × 4 = 144 ഡിഗ്രി. കഴിഞ്ഞു. ഇനി അടുത്തത് അതേ രസകരമായ ഒരു കാര്യമാണ്. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയ സംഖ്യയാണ്. കണക്കിലൊരു വഴിയുണ്ട്. പിന്നിൽ നിന്ന് മുന്നിലേക്ക് പോയി പുറകോട്ട് സഞ്ചരിക്കുക എന്നൊരു മെത്തേഡ്. അത് വെച്ച് ഇത് വളരെ ഈസിയാണ്. വർഗമൂലം 3 ആണെങ്കിൽ സംഖ്യ ഏതാ? 9 ആണ്. ആ 9 എന്തിന്റെ വർഗമൂലാണ്? 81ന്റെ വർഗമൂലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 81 ആണ് എന്ത്? ഈ 1 കൂട്ടിയത്. അപ്പൊ 1 കൂട്ടിയതാണ് 81 എങ്കിൽ
ഒന്ന് കൂട്ടാത്തത് ഏതാണ്? 80. അത്രയേ ഉള്ളൂ. ഇങ്ങനെ പുറകോട്ടിൽ പോന്നാൽ നമുക്ക് സംഖ്യ അറിയില്ല. വർഗ്ഗമൂലം 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ പറഞ്ഞ വർഗ്ഗമൂലം 3 ആണ്. അപ്പോ സംഖ്യ ഏതാണ്? 9 ആണ്. അത് ഈ 9 എന്ന് പറഞ്ഞ് വേറെ ഏതോ ഒരു സംഖ്യയുടെ വർഗ്ഗമൂലമാണ്. അതേതാ സംഖ്യ? 81. ആ 81 എന്താണ്? അത് ഒരു സംഖ്യയോട് കൂടി ഒന്ന് കൂട്ടിയതാണ്. അപ്പോ എന്താണ്? തീർച്ചയായിട്ടും അതെന്താ? ആ സംഖ്യ ഏതാണ്? 80 ആണ്. അത്രയേ ഉള്ളൂ. അടുത്തത്, ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? നമുക്കറിയാം, വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്ന് പറയുന്നത് 1/3 πr² h എന്നാണ്. πr² h. ഇതില് r ചേഞ്ച് വരുന്നു. എത്ര? 2 മടങ്ങാവും. 2 മടങ്ങാവുകയാണ് 2r² ആവും. 2 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ആണ്. 2 എളുപ്പവഴിയതാണ്. 2ന്റെ സ്ക്വയർ എത്രയാ? 4. അപ്പൊ 4 മടങ്ങിൽ വ്യത്യാസം വരും അതില്. പിന്നെ എച്ചോ? എച്ച് 3 മടങ്ങ് വരുന്നുണ്ട്. അപ്പൊ 4 × 3 12 മടങ്ങ് വ്യത്യാസം വരും. ആരത്തിൽ വ്യത്യാസം വരുന്നോ അതിന്റെ സ്ക്വയർ കണക്കൂട്ടണം. പിന്നെ ഉയരം ഉന്നതിയാണെങ്കിൽ ഒന്നും വേണ്ട, എത്ര മടങ്ങാണോ അത് വിളിച്ചാൽ മതി. അപ്പൊ ആരത്തിൽ 2 മടങ്ങ്. അപ്പൊ 2ന്റെ സ്ക്വയർ 4. ഉന്നതി 3 മടങ്ങാണ്. അപ്പൊ 4 × 3 12. അപ്പൊ 12 മടങ്ങായിരിക്കും അതിന്റെ 12 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ്. അടുത്തത്, നമുക്ക് ചില കാര്യങ്ങൾ അറിയെങ്കിൽ വളരെ ഈസിയാണ്. എന്താണ്? ഞാൻ ഏകദേശം ഒരു വൃത്തം വരയ്ക്കാൻ, ഞാൻ വരയ്ക്കുന്നത് കൃത്യമാവുമെന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു വൃത്തം വരച്ചു. ഇങ്ങനെ ഒരു ചിത്രം. എന്നിട്ട് പിന്നെ കേന്ദ്ര ബിന്ദു, അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊരു വര, പിന്നെ ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊരു വര. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആരം ACB. ആരം ACB. അപ്പൊ എവിടേക്ക് എയും സി ഒക്കെ ഒന്ന് അറിയണം. ഇവിടെ എ ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ ഓയും ഉണ്ട്. ആരം ACB, ചാപം ACB. ചാപം ACBയുടെ അളവ് 260 ഡിഗ്രിയാണ്. ചാപം ACBയുടെ അളവ് എന്ന് പറയുന്നത് ഏതാ? അളവ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കോണാണ്. ഇവിടെ ഓണ്ട് കേട്ടോ. അതെത്രയാണ്? അത് 260 ഡിഗ്രിയാണ്. ഈ കോണ് 260 ഡിഗ്രിയാണ്. ഇത് 260 ആണെങ്കിൽ ഇത് എത്ര വരുള്ളൂ? ഇത് 100 ഉണ്ടാവുള്ളൂ. കാരണം 2 കൂടി കൂട്ടിയാൽ 360 കിട്ടും. ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണ് 360 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 260 ഡിഗ്രി ആണെങ്കിൽ, ഈ കോണ് 260 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്രയാ? ഇത് 100 ഡിഗ്രിയാണ്. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പകുതിയായിരിക്കും ഇത്. അപ്പൊ എത്രയാ? 50 ഡിഗ്രി. ഒന്നുകൂടി പറയാം. ഇതിന്റെ ചാപം ACB ഇവിടെ നിന്നുള്ള ഇത്തിരി ചാപം, അതിന്റെ കോണ് 260 ഡിഗ്രിയാണ്. ഈ കോണ് 260 ഡിഗ്രിയാണ്. ഈ കോണ് 260 ഡിഗ്രി ആണെങ്കിൽ ഇതെത്രയാണ്? 100 ഡിഗ്രി ആയിരിക്കും. കാരണം 2 കൂടി കൂട്ടിയാൽ 360 കിട്ടണം. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇതെത്രയായിരിക്കണം? 50 ഡിഗ്രി. ഇതിന്റെ പകുതിയാവും. അങ്ങനെ വരാൻ പാടും. അങ്ങനെയാണ്. അപ്പൊ ഇത് 100 ഡിഗ്രി ആണ്, ഇത് 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിന്റെ ഉത്തരം 50 ഡിഗ്രി എന്നാണ്. ഇത്രയും കണക്കുകളാണ്, 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 10 ചോദ്യങ്ങൾ നമ്മൾ ഈസിയായി ചെയ്തു. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും പരിഹരിച്ചു തരുന്നതാണ്. ഇതുപോലുള്ള പരീക്ഷകളുടെ വിലയിരുത്തലുകൾ, പ്രത്യേകിച്ച് കണക്കിലെ വിലയിരുത്തലുകൾ കിട്ടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നോടൊപ്പം കൂടുക. കണക്കിലെ ഏത് കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.